രാഹുലീഷ്, ഈ ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷട്ടഴിച്ച് ബനിയനഴിച്ച് കയറണം എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം എന്താണ്? യഥാർത്ഥത്തിൽ അത് കാലഹരണപ്പെട്ടിരിക്കുന്ന ഒരു ആശയമല്ലേ? പൂണൂല് വലിയ പ്രാധാന്യത്തോടു കൂടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് നമ്മളൊക്കെ മാറി അതിന് വലിയ സാമൂഹികമായ മൂല്യം ഇപ്പോഴില്ലല്ലോ. പണ്ട് സ്ത്രീകളുടെ കാര്യത്തിലായിരുന്നു ഇത്. സ്ത്രീകൾക്ക് അത് ബാധകമല്ല, പുരുഷന്മാർക്ക് ബാധകമാണ്. അപ്പോൾ സ്വാമി സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിനെ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ദേവസ്വം ബോർഡ് അത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ക്ഷേത്രങ്ങളിൽ, എല്ലാ ക്ഷേത്രങ്ങളിലും പുരുഷന്മാർ ഈ പറയുന്ന ഷട്ടഴിച്ചു കയറണം എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം മാറി ചില ക്ഷേത്രങ്ങളിലുള്ള ആ ആചാരങ്ങളെ മാറ്റാൻ പോവുകയാണ്. രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായം എന്താണ്? ഡോക്ടർ അരുൺ, ആദ്യം തന്നെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഒരു വാക്ക്. 44 അമ്പലങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 100ഓളം അമ്പലങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ടെന്ന് പറയുന്നു. പക്ഷെ 44 ഡോക്യുമെന്റഡ് ആയിട്ടുള്ള അമ്പലങ്ങൾ, അതിൽ തന്നെ 22 ശിവക്ഷേത്രങ്ങൾ, 14 സുബ്രഹ്മണ്യ ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, ദേവി ക്ഷേത്രം, ശാരദാദേവി ക്ഷേത്രം, ഭഗവതി ക്ഷേത്രം അടക്കം, കണ്ണാടി പ്രതിഷ്ഠകൾ അടക്കം ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം സനാതനധർമ്മം കണ്ട, ഹിന്ദു ധർമ്മം കണ്ട ഏറ്റവും വലിയ ആചാര്യനാണ്, സന്യാസിയാണ്. ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ വരുമ്പോൾ മഹാത്മാഗാന്ധി പറയുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്നാണ്. അദ്ദേഹം അദ്വൈത ദർശനത്തിൽ വിശ്വസിച്ചിരുന്ന, അതിന്റെ പ്രയോക്താവായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇതിൽ നിന്ന് മാറ്റേണ്ട ആവശ്യം എന്താ? ഇപ്പൊ ഹിന്ദുത്വത്തോടോ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ വാദത്തോടോ ഒന്നും കൂട്ടിച്ചേർക്കണ്ട. പക്ഷേ നമ്മുടെ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ പല നൂറ്റാണ്ടുകളിൽ ജനിച്ച ഏറ്റവും വലിയ ആചാര്യനെ ഹിന്ദുധർമ്മത്തിന്റെ ഭാഗമല്ലെന്നോ സനാതന ധർമ്മത്തിന്റെ ഭാഗമല്ലെന്നോ പറയേണ്ട ആവശ്യമുണ്ടോ? രണ്ട്, നമ്മുടെ ചരിത്രത്തിൽ ജാതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? 100% ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വിവേകാനന്ദൻ നമ്മുടെ നാട്ടിൽ വന്ന് നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണ്, ലുനറ്റിക് അസൈലമാണെന്ന് പറയുന്നത്. പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, 2000ഓളം വർഷം നമ്മുടെ പിന്നോക്കക്കാർക്ക് നമ്മൾ നീതി കൊടുത്തിട്ടില്ല, സ്നേഹവും ബഹുമാനവും കൊടുത്തിട്ടില്ല. അവൻ ചരിത്രത്തിൽ നമുക്ക് തെറ്റായിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു ഫിലോസഫി അല്ലേ? അത് ജാതീയത മാത്രമാണോ? ജാതീയത തെറ്റാണെന്ന് പറഞ്ഞോളൂ. പക്ഷേ ഇത് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് പോലെ ആദ്യം ജാതീയതയെ സനാതന ധർമ്മം എന്ന് വിളിക്കുക, പിന്നീട് സനാതന ധർമ്മം ഡെങ്കു, ക്യാൻസർ, മലേറിയ ആണെന്ന് പറയുക, എയ്ഡ്സ് പോലെയാണെന്ന് പറയുക. സനാതന ധർമ്മത്തിൽ വർണ്ണാശ്രമധർമ്മം ഉണ്ടോ രാഹുൽ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സനാതന ധർമ്മത്തിന്റെ ഭാഗമായി വർണ്ണാശ്രമധർമ്മം ഉണ്ട്. തീർന്നില്ല. ആ വർണ്ണാശ്രമധർമ്മത്തിന്റെ ഒരു അപഭ്രംശമോ തെറ്റായ വർഷണമാണ് ജാതീയത. ഉദാഹരണം, വേദവ്യാസൻ ആരാണ്? മുക്കുവത്തിയുടെ മകനാണ്. വാൽമീകി ആരാണ്? ഭിൽ സമുദായക്കാരൻ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് സമുദായക്കാരനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ OBC ആണ്, യാദവനാണ്. അപ്പൊ എന്തിന് ശ്രീരാമൻ ബ്രാഹ്മണനായ രാവണനെ കൊന്നതുകൊണ്ട് അന്നത്തെ ചില ബ്രാഹ്മണർ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിൽ എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും കുറച്ചു കാലം ഈ OBCക്കും ഈ മുക്കുവന്മാർക്കും ഒക്കെ ഈ ക്ഷേത്രങ്ങളിൽ പൂജാരിയാവാൻ പറ്റാഞ്ഞത്? അത് നമ്മുടെ ചരിത്രത്തിലുള്ള തെറ്റ് തന്നെയാണ്. അതിനെ പരിഹരിക്കാനാണ് പാലിയം വിളംബരം മാധർജിയെ പോലുള്ളവർ വരുന്നത്. ശ്രീ യദുവിനെ അടക്കം നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയാക്കിയ ഇടത് സർക്കാരിന്റെ ഒരു ഇടപെടലല്ലേ വേണ്ടി വന്നത്? അല്ല, തീർച്ചയായും അതാ പറഞ്ഞത്. പാലിയം വിളംബരം ഓൾറെഡി സംഭവിച്ചു. പക്ഷേ യദു അടക്കമുള്ള ആൾക്കാരെ അങ്ങനെ കൊണ്ടുവരുന്നത് തീർച്ചയായും എല്ലാവരും സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അവിടെയാണ് ഇതിൽ കൺസെൻസസ് ഉണ്ടാക്കാമല്ലോ. അപ്പം ഇതൊക്കെ നമ്മൾ തിയറിയിൽ, കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഭൂമിയുടെ സ്വത്ത് വരുമ്പോൾ ഈ ജാതിയുടെ പ്രമാണിതലത്തിൽ മുകളിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഈ ഭൂമി പോയത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ചരിത്രത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥം. നിർത്താം, നമുക്ക് ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്തണം. പക്ഷേ എന്റെ നേരിട്ടുള്ള ചോദ്യം, നമ്മൾ ആ വസ്ത്രത്തിലേക്ക് വന്നാൽ, നമ്മൾ ആ സ്പെസിഫിക് ആയ ആ വിഷയം കൂടി എടുക്കുന്നത് കൊണ്ട് മേൽവസ്ത്രം ഊരണം എന്നുള്ള ഒരു നിർദ്ദേശത്തെ താങ്കൾ പിന്തുണയ്ക്കൂ? അല്ല, സച്ചിദാനന്ദ സ്വാമികൾ നമ്മുടെ എല്ലാം ഗുരുപരമ്പരയിൽ പെട്ടവരാണ്. അദ്ദേഹത്തെ ശിവഗിരിയിൽ അദ്ദേഹത്തോടൊപ്പം ഓണം ചെലവഴിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സാദിഖ് അലി തങ്ങളും ക്ലിമിസ് ബാബയും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുരുതുല്യനാണ്. അദ്ദേഹം പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കാൻ നമ്മൾ കേൾക്കണം, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതോടൊപ്പം യോഗക്ഷേമ സഭ, NSS, ബാക്കി ഓരോ തന്ത്രിമാർ, തന്ത്രി സമാജം, ഇവരുടെയും കൂടെ നിലപാട് അറിയേണ്ട ആവശ്യമില്ലേ? ഞാനിപ്പം കുറച്ചു മുമ്പ് കാളിദാസ ഭട്ടതിരി യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്, ഒരു സമീപനമായി വരും. ഓരോ ക്ഷേത്രത്തിന്റെ ആചാര കാര്യങ്ങളുടെ വാക്ക് തന്ത്രിയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാക്കുകളിൽ ഒന്ന് അവിടുത്തെ തന്ത്രിയാണ്. ആചാരത്തെ തന്ത്രവിധി പ്രകാരം നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അനാചാരമായില്ലേ? അല്ല, അവിടെയാണ് ഇപ്പൊ ഉദാഹരണം, ശബരിമലയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും ധരിച്ചുകൊണ്ട് വന്ന് തൊഴുതു പോകാറുണ്ട്. എന്നാൽ ഗുരുവായൂർ അടക്കമുള്ളവരിൽ പഴയ ഡ്രസ് കോഡ് ഉണ്ട്. ശബരിമലയിൽ കറുത്ത വസ്ത്രം വേണമെന്നില്ല കേട്ടോ. കൂടുതൽ ആൾക്കാരും കറുത്ത വസ്ത്രമാണ് ധരിക്കുന്നത്. ഇപ്പൊ നീല ധരിക്കുന്നവരുണ്ട്. ഇനി അതില്ല, പോലീസുകാർ കാക്കിയൊക്കെ അണിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ ഏത് വസ്ത്രം വേണമെങ്കിലും അണിയാം. പക്ഷെ അതുപോലെ അല്ലല്ലോ. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ എത്തിയാൽ ഷർട്ട്, ബനിയൻ, ലുങ്കി തുടങ്ങിയവ ധരിച്ചതിലേക്ക് കയറാൻ പാടില്ല. എന്താ പ്രശ്നം? ഷർട്ടിന്റെയും ബനിയന്റെയും പ്രശ്നം അതിട്ട് കഴിഞ്ഞാൽ പൂണൂലുണ്ടോന്ന് അറിയില്ല. ലുങ്കിയും ബാക്കിയുള്ള കാര്യങ്ങളുമാണെങ്കിൽ അത് സമുദായത്തിലെ കീഴാള വിഭാഗം ധരിക്കുന്ന വസ്ത്രമാണെന്നൊരു പൊതുധാരണയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെ പുറത്തു നിർത്താൻ വേണ്ടിയിട്ടുണ്ട് വന്നൊരു രീതി ഇപ്പൊ ആവശ്യമില്ലല്ലോ.
അല്ല, ഞാൻ കൗതുകമുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ. നേരത്തെ അങ്ങും സണ്ണി സാറും, എനിക്ക് വലിയ ബഹുമാനമുള്ള അദ്ദേഹത്തെ പറയുകയുണ്ടായി, പണ്ട് സ്ത്രീകളുടെ ഡ്രസ്സ് അവർ ഊരിയിരുന്നു എന്ന്. സ്ത്രീകൾ പൂപ്പൂരിടാറുണ്ടല്ലോ, പിന്നെ എന്തിനാ സ്ത്രീകളുടെ വസ്ത്രം ഊരി എന്ന് പറയുന്നത്? അല്ലല്ല, അത് ബ്രാഹ്മണത്തിന് വേണ്ടിയല്ല, അത് പുരുഷന്റെ കണ്ണുകൾക്ക് വേണ്ടിയിട്ടും പുരുഷന്റെ ഒബ്ജക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ബ്രാഹ്മണ പുരുഷന്മാരുടെ മുന്നിൽ മാറുമറച്ചു വരരുതെന്നാണ് പറയുന്നത്. മറ്റുള്ള പുരുഷന്മാരുടെ മുന്നിൽ മാറുമറച്ചു പോകാം, ബ്രാഹ്മണ പുരുഷന്മാരുടെ മുന്നിൽ മാറുമറച്ചു പോകരുതെന്നുള്ളതായിരുന്നു. അത് പുരുഷന്റെ കണ്ണുകൾക്കുള്ള വിരുന്നാണ്, ഇത് ജാതിക്കുള്ള വിരുന്നാണോ എന്നതാണ് ചോദ്യം. ഒരു സ്ത്രീയുടെയും ഡ്രസ് ഒന്നും അങ്ങനെ ഉരിയിട്ടില്ല. പക്ഷെ ചരിത്രത്തിൽ ജാതീയതയുടെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. അതെ രാഹുൽ, എന്റെ ചോദ്യം സ്ട്രൈറ്റ് ആണ്. അതിനൊരു വിശദീകരണം നൽകാൻ നമുക്ക് കഴിയുമോ? പുരുഷന്മാർ വസ്ത്രം ഊരണം അല്ലെങ്കിൽ ഷർട്ട് ഊരണം എന്ന് പറയുന്നതിന് ഏത് വിധി പ്രകാരമാണെങ്കിലും ഒരു വിശദീകരണം നൽകാൻ പറ്റൂ. തന്ത്രവിധിയെങ്കിൽ തന്ത്രവിധി, ശാസ്ത്രീയമെങ്കിൽ ശാസ്ത്രീയം, ചരിത്രമെങ്കിൽ ചരിത്രം. അതിനൊരു വിശ്വാസധാരയുടെ ഭാഗമായി കൂടെ പറയാം. ചില ആൾക്കാർ പറയുന്നുണ്ട് അത് നമ്മുടെ ആചാരത്തിന്റെയും ട്രഡീഷന്റെയും ഭാഗമാണ്, നമ്മുടെ സപ്ത ചക്രങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്നൊക്കെയുള്ള വിശ്വാസമുണ്ട്. ഇനി അതിനെ പരിഷ്കരിക്കണമെന്ന് സച്ചിദാനന്ദ സ്വാമികളെ പോലെ പണ്ഡിതനായ ഒരു വ്യക്തി പറഞ്ഞാൽ അതിനെ ഗൗരവമായി സ്ത്രീകൾക്ക് ബാധകമല്ലാത്തത് പുരുഷൻ എങ്ങനെ വരും? സ്ത്രീകൾക്ക് ആജ്ഞാചക്രത്തിലാണ്, അതായത് സ്ത്രീകൾക്ക് അവരുടെ എനർജി റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ DT-യിൽ നിന്നുള്ള എനർജി റിസീവ് ചെയ്യുന്നത്, ഇത് എനർജി സെന്റേഴ്സ് ആണ്, എനർജി റിസീവ് ചെയ്യുന്നത് ആജ്ഞാചക്രത്തിലാണെന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഇപ്പൊ ഇന്ന് യോജിക്കാം യോജിക്കാതിരിക്കാം, പക്ഷേ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അഭിപ്രായം കൂടെ എടുക്കണ്ടേ? അവിടുത്തെ തന്ത്രിയുടെയും മേൽശാന്തി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമുദായത്തിലെ പ്രമാണിമാരുടെയും സമുദായ സംഘടനകളുടെയും ഒക്കെ അഭിപ്രായം എടുത്ത് മാത്രമേ ആചാരങ്ങളെ മാറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ അമ്പലത്തിനുള്ളിലല്ലേ? തീർച്ചയായും അമ്പലവും പള്ളിയും മുസ്ലിം പള്ളിയും എല്ലാം തീരുമാനിക്കേണ്ടത് വിശ്വാസികളല്ലേ? അതെ, അല്ല, ആ വിശ്വാസികളുടെ കാര്യത്തിൽ ആചാരങ്ങളെ ഇപ്പോ നമുക്ക് ഒരു വിശദീകരണം, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ അതൊരു വിശ്വാസം മാത്രമാണ്, അതിന് ഏതെങ്കിലും തരത്തിൽ തന്ത്രവിധി പ്രകാരമുള്ളൊരു പിന്തുണയില്ല, ഏതെങ്കിലും തരത്തിൽ ലോജിക്കലായ ഒരു പിന്തുണയില്ല, ഏതെങ്കിലും തരത്തിൽ ചരിത്രപരമായിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കത്യങ്ങളൊന്നുമില്ല, ഏതെങ്കിലും ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനും കഴിയില്ല. വസ്ത്രമില്ലാത്ത സമയത്താണല്ലോ മിക്കവാറും ദൈവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആശയങ്ങളിൽ ഇതൊരു ലോജിക്കലല്ല എന്നുള്ളൊരു കാര്യം അങ്ങ് സമ്മതിക്കുമല്ലോ അല്ലേ? അവിടെയാണ് സച്ചിദാനന്ദ സ്വാമിയെ പോലൊരു വ്യക്തി പറയുമ്പോൾ നമ്മുടെ അമ്പലങ്ങൾ തന്ത്രശാസ്ത്ര വിധി പ്രകാരമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സച്ചിദാനന്ദ സ്വാമിയെ പോലൊരു പണ്ഡിതൻ പറയുമ്പോൾ നമ്മുടെ ആചാര്യ സഭകളും യോഗക്ഷേമ സഭയും NSS-ഉം SNDP-യും അടക്കമുള്ള ബാക്കി സഭകൾ ചർച്ച ചെയ്ത് ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നതിന് എഴുതില്ല. ഒരു വരി കൂടെ പറഞ്ഞോട്ടെ, ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. നമ്മൾ കൃത്യമായി പിന്തുടരേണ്ടിയിരിക്കുന്ന മതപരമായ ഒരു ആചാരമല്ല എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം. Debate with Dr. Arun Kumar.